ഒരു അപ്സൈഡ് കേസിൽ ഞാൻ പരാതി തന്നപ്പോൾ നടപടി എടുത്തിരുന്നുവെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ട് ഈ പെണ്ണ് ഈ വേല കാണിക്കില്ലായിരുന്നു. ഈ ബോഡി മറവ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ബോഡി ഈ പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അറസ്റ്റ് ചെയ്യിച്ചല്ലാതെ ബോഡി എടുക്കില്ലായിരുന്നു. ഇനി ഈ സോഷ്യൽ മീഡിയ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പെണ്ണും ഒരു വീഡിയോയും എടുത്ത് ഒരു പുരുഷന്റെയും ജീവിതം നശിപ്പിക്കരുത്. അമ്മയുടെയും അപ്പന്റെയും കരച്ചിൽ കേട്ടിട്ട് എനിക്കൊന്നും ചോദിക്കാൻ തോന്നുന്നില്ല. എന്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. അല്പം മനസാക്ഷി കാണിക്കാൻ പാടില്ലേ ഈ പുരുഷന്മാരോടും കൂടി? ഇതെന്താണ് വെള്ളരിക്കാപ്പട്ടണമാണോ? ആർക്കും എന്തും ചെയ്യാന്നാണോ? നമസ്കാരം. കോഴിക്കോട് ആത്മഹത്യ ചെയ്ത യുവാവിന് നീതി ലഭിക്കണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത യുവതിക്ക് നീതിപീഠത്തിൽ നിന്ന് പരമാവധി ശിക്ഷ വാങ്ങി നൽകണമെന്ന് വട്ടിയൂർക്കാവ് അജിത് കുമാർ. ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാരോപിച്ചുകൊണ്ട് യുവതി വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ആത്മഹത്യ ചെയ്ത ദീപകിന്റെ വീട്ടുകാരെ സന്ദർശിച്ചതിന് ശേഷമാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ നേതാവ് വട്ടിയൂർക്കാവ് അജിത് കുമാർ ഇപ്രകാരം പ്രതികരിച്ചത്. അപ്സൈഡ് പ്രശ്നം വന്നപ്പോൾ തന്നെ ഞാൻ DGPക്ക് പരാതി കൊടുത്തു. പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകാത്തതിന്റെ അടുത്തൊരു ഇരയാണ് ഇപ്പോ ദീപക് എന്ന് പറയുന്ന ഒരമ്മയ്ക്കും അച്ഛനും ഒരു മകൻ മാത്രമേ ഉള്ളൂ. ആ അമ്മയുടെയും അപ്പന്റെയും വേദന എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇത് പോലീസും മുഖ്യമന്ത്രിയും DGPയും ഇവിടെയുള്ള മേലധികാരികൾ രാഷ്ട്രീയക്കാരെല്ലാവരും മനസ്സിലാക്കണം. പെണ്ണിന്റെ ഭാഗം മാത്രം കേട്ട് അവളുടെ ഭാഗത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകരും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളൊക്കെ ചെയ്യേണ്ടത് ചെയ്തിരുന്നുവെങ്കിൽ, ഒരു അപ്സൈഡ് കേസിൽ ഞാൻ പരാതി തന്നപ്പോൾ നടപടി എടുത്തിരുന്നുവെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ട് ഈ പെണ്ണ് ഈ വേല കാണിക്കില്ലായിരുന്നു. അയാൾ എന്ത് ചെയ്തിട്ടാണ്? നിങ്ങൾ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ആദ്യം ആ പെൺകുട്ടിയുടെ ഇയാളുടെ ഭാഗത്ത് ദീപകിന്റെ അടുത്തുനിന്ന് മാറി നിന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ് കാണിക്കുന്നത്. രണ്ടാമത് തിരിച്ച് അയാളുടെ കൈയുടെ അവിടെ ചേർന്ന് മാരടം ചേർത്ത് നിന്ന് ഉരച്ചു നിന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇതെന്താണ് വെള്ളരിക്കാപ്പട്ടണമാണോ? ആർക്കും എന്തും ചെയ്യാന്നാണോ? ഇത് ഇവിടെ വെച്ച് ഇന്ന് അവസാനിപ്പിക്കണം. ഞാൻ ഇന്നലെ DGPക്ക് ഈ കേസിലും പരാതി കൊടുത്തിട്ടുണ്ട്. നടപടി ഉണ്ടാവില്ല എന്നറിയാം, ഉണ്ടാക്കാനറിയാം. എന്തായാലും ഈ സ്ത്രീയെ, ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ, പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി ആയിരുന്ന വ്യക്തിയാണ്, രാഷ്ട്രീയത്തിൽ സ്വാധീനമുണ്ട്, ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. നമുക്കറിയാം ഒരു നടപടി ഉണ്ടാവില്ല എന്ന്. നടപടി ഉണ്ടായില്ല എങ്കിൽ ഉണ്ടാക്കുന്നത് വരെ കൃത്യമായിട്ട് സമരം ഉണ്ടാവും. പ്രതിഷേധ സമരമായിട്ട് ബുധനാഴ്ച ഞങ്ങൾ ഇവിടെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ അവിടെ നിന്ന് സെക്രട്ടറിയിലേക്ക് റാലി നടത്തുന്നുണ്ട്. അത് സ്ത്രീകളും കുട്ടികളും പങ്കെടുക്കുന്നുണ്ട്. അമ്മമാർ വിളിച്ച് കരയുകയാണ്. എനിക്ക് ഇന്നലെ ഞാൻ ഇത് അറിഞ്ഞ ഉടനെ ഞാൻ കരഞ്ഞുപോയി. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോ അമ്മയുടെയും അപ്പന്റെയും കരച്ചിൽ കേട്ടിട്ട് എനിക്കൊന്നും ചോദിക്കാൻ തോന്നുന്നില്ല. എന്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വന്നു നിന്ന് സംസാരിക്കുന്നത്. കാരണം അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആകെപ്പാടെ എന്താ പറയാ, ഒരു മകനായിട്ടും മകളായിട്ടും ഒരു വ്യക്തിയേ ഉള്ളൂ ഈ ദീപക്. ഈ ദീപക്കാണ് ആ അമ്മയുടെ അപ്പന്റെ കാര്യം നോക്കേണ്ടത്. അവർ രണ്ടുപേരും രോഗികളാണ്. എങ്ങനെയാണ് ആ വീട്ടിൽ കഴിയുന്നത്? ഈ അപ്പനും അമ്മയും എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? ഒന്ന് ആലോചിക്കണ്ടേ? നമ്മുടെ പോലീസും രാഷ്ട്രീയക്കാരും മുഖ്യമന്ത്രിയൊക്കെ ഇതൊന്നും ആലോചിക്കണ്ടേ? അല്പം മനസാക്ഷി കാണിക്കാൻ പാടില്ലേ ഈ പുരുഷന്മാരോടും കൂടി? പെണ്ണെന്ത് കാണിച്ചാലും, അല്ലെങ്കിൽ ദുബായിലോ അല്ലെങ്കിൽ ഉഗാണ്ടയെന്നോ ഒരു പെണ്ണ് ഒരു ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രിക്ക് ഒരു പരാതി അയച്ചു കഴിഞ്ഞാൽ പിടിച്ച് തൂക്കിയെടുത്ത് ജയിലിലിടാമെങ്കിൽ എന്തുകൊണ്ടൊരു നടപടി ഉണ്ടാകുന്നില്ല? എപ്പോഴാണ് ഇനി നടപടിക്ക് വേണ്ടി എന്തിനാ വൈകണം? എന്തിനാ? തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും. ആ വീട്ടുകാരോട് ഞാൻ സംസാരിച്ചു. അമ്മയോടും അപ്പനോടും സംസാരിക്കാനുള്ള മനക്കെട്ടി എനിക്കും ഇല്ല. അതുകൊണ്ട് ഞാൻ കരഞ്ഞു പോകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കാത്തത്. ഞാൻ മറ്റുള്ളവരോട് സംസാരിച്ചു. അവർ ശക്തമായിട്ട് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിൽക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ പെണ്ണിനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ. അത് മാത്രമല്ല, ഇന്നലെ ഇത് ഇത്ര പെട്ടെന്ന് മറവ് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഈ ബോഡി ആ വീട്ടിൽ, ആ പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കണം എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടാണ് വന്ന കാര്യം, പെൺകുട്ടി അറസ്റ്റ് ചെയ്യുന്നത് വരെ. പക്ഷേ ഞങ്ങളിവിടെ അറിഞ്ഞപ്പോൾ തന്നെ ഇന്നലെ ഉച്ചയായി. 2 മണിയോടുകൂടിയാണ് ട്രിവാൻഡ്രത്ത് ഞങ്ങളൊക്കെ അറിഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ വെറുതെ രാവിലെയാണ് എത്തിയത്. പക്ഷേ ഈ ബോഡി മറവ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ബോഡി ഈ പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അറസ്റ്റ് ചെയ്യിച്ചല്ലാതെ ബോഡി എടുക്കില്ലായിരുന്നു. അതിന്റെ എന്ത് ഫുൾ ചെലവ് ഞങ്ങൾ വഹിക്കും. അതിനു വേണ്ടിയിട്ട് ആണ് ഞാൻ വന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ മറവ് ചെയ്തു കഴിഞ്ഞു. അത് ഇവരുടെ ഒരു ഭാഗ്യമായിട്ട് കരുതാം. പക്ഷേ അറസ്റ്റ് ചെയ്യുന്നത് വരെ സമരമുണ്ടാവും. ഞങ്ങൾ നിരാഹാരം ഇരിക്കും. ഒരു സംശയമില്ല, വീട്ടുകാർ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വിജയിപ്പിച്ച് ഇവളെ അറസ്റ്റ് ചെയ്തിട്ടേ മേൽ നടപടിയുള്ളൂ. ഒരു മാറ്റവും ഇല്ല. നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം ഈ സ്ത്രീ ആണെങ്കിൽ ചെയ്തത് വളരെ തെറ്റായുള്ള കാര്യമാണ്. ആ കുട്ടി അത് ചെയ്തപ്പോൾ അവർക്ക് 9,000 ഫോളോവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് അറിയോ? 12,000 പുറത്ത് ഫോളോവേഴ്സ് ഉണ്ട്. എത്ര വലിയ കുറ്റകൃത്യം ചെയ്തിട്ടും ഒരു മനുഷ്യൻ മരിച്ചിട്ടും ഈ മലയാളികൾ എന്താണ് നന്നാവാത്തത്? ഇനി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും? പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ജീവന് വിലയില്ല. അത് തന്നെയാണ് കാരണം. അതുകൊണ്ടാണ് ഒരാളും ഒരുമിച്ച് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. സ്ത്രീകൾ ഇപ്പൊ തന്നെ ഞാനിപ്പോ ഇറങ്ങിയപ്പോ നിങ്ങൾ എല്ലാവരും കേട്ടതാണ്, ഒരു അമ്മ
കരഞ്ഞുകൊണ്ട് എന്നോട് കൊല്ലത്തുള്ളതാ ഒരു അമ്മ, ആരാണെന്ന് എനിക്കറിയില്ല, എന്നെ വിളിച്ചിട്ട് അവര് പറയുന്നത് ഇത് ശക്തമായിട്ട് കൊണ്ടുപോകണം, അവളെ അറസ്റ്റ് ചെയ്യണം, ജയിലിലിടണം. അത് മാത്രമല്ല, അവരൊരു പ്രത്യേക ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ അമ്മയെ അവളുടെ വസ്തുവകൾ കണ്ടെത്തുകയും ഈ അമ്മയും അപ്പനെയും നോക്കേണ്ട ചുമതല കൂടി അവളെ ഏൽപ്പിക്കണം എന്നുള്ള, അതാണ് അതിന്റെ ശരിയെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശക്തമായിട്ട് എല്ലാ പുരുഷന്മാരും, ഞാൻ പുരുഷന്മാരോട് മാത്രമല്ല, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഈ കാര്യങ്ങളിൽ ഞങ്ങളുടെ കൂടെ നിൽക്കണം. കാര്യം ഇതിൽ ജെൻഡർ അടിസ്ഥാനത്തിലോ വേറെ രാഷ്ട്രീയമോ മതമോ ഒന്നും കലർത്തരുത്. ദയവ് ചെയ്ത് എല്ലാവരും ഈ ഒരു കാര്യത്തിൽ കൂടെ നിന്ന് അവളെ അറസ്റ്റ് ചെയ്യണം. ഇനി ഈ സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പെണ്ണും ഒരു വീഡിയോയും എടുത്ത് ഒരു പുരുഷന്റെയും ജീവിതം നശിപ്പിക്കരുത്. കാരണം ഒരു പുരുഷന്റെ ജീവിതം നശിപ്പിക്കുമ്പോൾ വരുന്നത് അമ്മയും അപ്പനും എല്ലാവരും വഴിയാധാരമാവുകയാണ്. അതാദ്യം മനസ്സിലാക്കണം. ഒരു കുടുംബമാണ് വഴിയാധാരമാകുന്നത്. അദ്ദേഹത്തിന് മക്കളുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവരൊക്കെ ഇനി എങ്ങനെയാ ജീവിക്കുന്നത്? അതൊക്കെ ഒന്ന് അറിയണ്ടേ. വെറും 38 വയസ്സെന്തോ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ, അയാൾക്ക് ഇനി ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ? പുരുഷന്മാർ അഭിമാനികളാണ്. ഇന്നത്തെ ഒരു വിഭാഗം സ്ത്രീകളെ പോലെ അല്ല. സ്ത്രീകൾക്ക് ഒരു വിഭാഗം, കുറച്ച് ചെറിയൊരു വിഭാഗം സ്ത്രീകൾക്ക് എന്താ പറയാ, മാനാഭിമാനം ഇല്ലാതെയാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവർ എവിടെയും ചെന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി മറ്റുള്ളവരെ അവഹേളിക്കുവാനും എന്ത് തോന്നിയവാസം പറയുവാൻ വേണ്ടി മുതിരുന്നത്. പുരുഷന്മാരെല്ലാവരും അങ്ങനെ അല്ല. അതാദ്യം മനസ്സിലാക്കണം. ചെറിയൊരു വിഭാഗം എല്ലാ മേഖലയിലും ഉണ്ടാവും. അത് വെച്ചിട്ട് എല്ലാ മാന്യന്മാരെയും ഇതുപോലുള്ള തേജോവധം ചെയ്യുമ്പോൾ അവർക്ക് മോശമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവും. മനസ്സിലായില്ലേ? അവർക്കിത് താങ്ങാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തെ കുറിച്ച് ഈ കോഴിക്കോട് ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഒരു സ്ഥലത്ത് പോലും അദ്ദേഹത്തിനെ പറ്റി ഒരു നെഗറ്റീവ് ഒരാൾ പോലും പറയുന്നില്ല. അത്രയും അഭിമാനിയായിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഇത് ഈ സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുന്നത്? അദ്ദേഹത്തിന്റെ അയൽവക്കത്തെ വീട്ടുകാരോട് എങ്ങനെയാണ് അയാൾ നോക്കുന്നത്? ബന്ധുമിത്രാദികളോട് എങ്ങനെയാണ് നോക്കുന്നത്? അതാദ്യം നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പൊ ഇതുമാതിരിയുള്ള ചെറ്റത്തരം കൊണ്ട് ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടിയിട്ട്, അങ്ങനെ വൈറലാവണമെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് റീച്ച് ഉണ്ടാക്കണം. അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ ചെയ്യേണ്ടത് അങ്ങനെയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പുരുഷന്റെ ഈസിയായിട്ട് മില്യൻസ് ഒക്കെ വരാൻ ഒരു എളുപ്പ വഴിയാണ് വൈറലാവാൻ. ഏതെങ്കിലും ഒരു പുരുഷനെ തേജോവധം ചെയ്താൽ മതി. ഈ അവസ്ഥ മാറണം. ഈ അവസ്ഥ മാറ്റിയേ പറ്റൂ. ഇത് അവസാനത്തെ മരണമാവണം. ഇനി ഒരു പുരുഷനും ഇവിടെ മരിക്കാൻ പാടില്ല. ഇനി ഇത് നാളെ നമ്മളുടെ മക്കളോ ഞാനോ നിങ്ങളോ ഒക്കെ ആവാം. ഏതൊരു പുരുഷനും ആവാം. ഏതൊരു പെണ്ണിന്റെയും മകനാവാം, സഹോദരനാവാം, അച്ഛനാവാം. ഇത് മാറണം. മാറിയേ തീരൂ. മാറ്റും.